ഗൈസ് ജെ ഫോട്ടോക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരു വീഡിയോ ആണിത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചേട്ടാ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി, അപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഫുള്ള് കംപ്ലീറ്റ്, അതായത് 4000 മണിക്കൂറും നമ്മുടെ 1000 സബ്സ്ക്രൈബർ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ആഡ്സൻസ് എങ്ങനെയാണ് ചേട്ടാ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതായത് നമ്മളെല്ലാം സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാം നമ്മളിങ്ങനെ സെറ്റിങ്സിൻ്റെ നമ്മുടെ ഉപകാരമുള്ള കാര്യങ്ങൾ റീച്ച് ആക്കുക, അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് ആയിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 3 സ്റ്റെപ്പാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 3 സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ഒരു പോളിസി അക്സെപ്റ്റ് ചെയ്യാണ്ട്, അതിനുശേഷം നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നൊരു കണ്ടന്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ന്യൂ യൂട്യൂബേഴ്സ് തൊട്ടിട്ട് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണെങ്കിലും രണ്ടാമതൊരു ചാനലുണ്ടെങ്കിൽ അവർക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ എങ്ങനെയാണ് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. മോണിറ്റൈസേഷൻ്റെ ഫസ്റ്റ് ഘട്ടമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അപ്ലൈ എന്നുള്ള ഓപ്ഷൻ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ വരുമല്ലോ. എല്ലാം കംപ്ലീറ്റ് ആക്കാൻ അപ്ലൈ ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങളിപ്പം കാണുന്ന സ്ക്രീനാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് അടിക്കണം. ഇവിടെ സ്റ്റാർട്ട് അടിച്ച് കഴിയുമ്പം ഗൈസ് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ വായിച്ച് നോക്കണം. ഇതെല്ലാവരും വായിച്ചാലും വായിച്ചില്ലെങ്കിൽ ഈ സംഭവം അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഈ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷമാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് വരുന്നത്, നമുക്ക് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു ടിക്ക് വന്നിട്ടുണ്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ സൈൻ അപ്പ് ഫോർ ആഡ്സൻസ് ഫോർ യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് അടിക്കുവാണ്. ഇവിടെ സ്റ്റാർട്ട് അടിക്കാൻ പോകണം. സ്റ്റാർട്ട് അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ നിങ്ങളുടെ ID കാർഡ് എടുത്ത് കൈ വെക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ്, ഒരു സ്പെല്ലിംഗ് പോലും തെറ്റാണ്ട് ഇത് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പണിയാവും. പിന്നെ ID വെരിഫിക്കേഷൻ സമയത്തൊക്കെ എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് അടിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ വരും സ്റ്റാർട്ട് അടിക്കുമ്പം. നിങ്ങൾക്ക് യെസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നോ ഐ നീഡ് എ ക്രിയേറ്റ് വേണമെന്നുണ്ട്, ഐ ഡോണ്ട് നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് യെസ് ഐ ഹാവ് എ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അതേസമയം നമ്മൾ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ യൂട്യൂബ് ചാനൽ ഇല്ല, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് വേണം, അതായത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നോ ഐ നീഡ് ക്രിയേറ്റ് വേണം എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അടി നെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ അത് ഓപ്പണായി വരണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ രീതിയിലും എന്താ പറയുക, എല്ലാ രീതിയിലും ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അതിനിവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു അക്കൗണ്ട് കൂടി ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആൻ അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അക്കൗണ്ട് അടിച്ചു കൊടുക്കണം. ഓക്കെ, ജിമെയിലിൽ നമ്മൾ അടിച്ചു കൊടുത്തു. അതിനുശേഷം ഡൺ അടിച്ചു, നെക്സ്റ്റ് അടിക്കുന്നു. അതിനുശേഷം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഏത് ജിമെയിൽ ഐഡിയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഓക്കെ, നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന കസ്റ്റമർ ഇൻഫർമേഷനാണ്. ഇവിടെയാണ് നമ്മൾ റെഡിക്ക് ശ്രദ്ധിക്കണം. നമ്മൾ ശരിക്ക് ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിയിൽ സെറ്റപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാം. ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സെറ്റപ്പ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് അടിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്ത്യ സെലക്ട് ചെയ്തു ശേഷം നമ്മൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, നമുക്കത് അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സെറ്റപ്പ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയാണ് സൂക്ഷിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ട സ്ഥലമാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കണം, നമുക്കിവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അത് മാത്രമല്ല, ബിസിനസ് അക്കൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ നെയിം ആൻഡ് അഡ്രസ്സ് 2 പ്രാവശ്യം, അഡ്രസ് ലൈൻ 1 ഉണ്ട്, അഡ്രസ് ലൈൻ 2 ഉണ്ട്, അത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ടൗൺ ഉണ്ട്, ടൗൺ നമ്മുടെ സിറ്റി ഏതാവും സെലക്ട് ചെയ്യുക. പിന്നെ പോസ്റ്റൽ കോഡ്, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കണം കേട്ടോ.
എല്ലാം സെലക്ട് ചെയ്ത് നമ്മുടെ ID കാർഡ് നോക്കി എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, എല്ലാ പ്രൂഫും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, അങ്ങനെ അവസാന ഘട്ടത്തിലോട്ട് വന്നു. അവസാനം നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ അടിച്ചതിന് ശേഷം വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോൺ നമ്പറിലോട്ട് ഒരു കോഡ് വരും. ആ കോഡും കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആഡ്സൻസിലോട്ട് തന്നെ കയറുന്നതാണ്. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് പോകും. സൈനപ്പ് ഫോർ ആഡ്സൻസ് ഫോർ യൂട്യൂബ് നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2 മുതൽ 3 ആഴ്ച വരെ നമുക്ക് ദിവസം പിടിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ അത് ഇൻ പ്രോഗ്രസ് ആണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ 2ാം സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആവും. അതിനുശേഷം 3ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതല്ല, അത് യൂട്യൂബ് നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്യേണ്ടതാണ്. അതിനാണ് ഞാൻ പല വീഡിയോസിലും പറയുന്നത്, നമ്മൾ ഈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ വീഡിയോസിൽ കോപ്പിറൈറ്റ് ഉള്ള വീഡിയോ ഉണ്ടാകാൻ പാടില്ല, നമ്മൾ സ്ട്രൈക്കുള്ള വീഡിയോ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ കാലാവധി കഴിഞ്ഞിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ആ കമൻറ്റ് അടിയിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലോ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ക്ലാരിറ്റി ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. നമ്മുടെ സബ്സ്ക്രൈബറുടെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നല്ല രീതിയിൽ അടിച്ച് പൊളിയായിട്ട് മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ചാനൽ ഗൈഡൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ നല്ല അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. നല്ല എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഓരോരോ വീഡിയോസാണ് ഓരോ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ട് നിങ്ങൾ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ചാനൽ സബ് ചെയ്യണം. അതുകൂടാണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് ലൈക്കൊക്കെയാണ് എനിക്ക് മുന്നോട്ടുള്ള ഊർജ്ജം തരുന്നത് സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണുന്നത് വരെ ബൈ.